ഇന്നലത്തെ ഓനിൽ ആൻഡ് ലക്ഷ്മി ഇഷ്യൂ അതിൽ ഞാൻ ലക്ഷ്മിക്കൊപ്പമാണ്. ഒപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഓഫ് കോഴ്സ്. അവരുടെ ആ ബോസി ടൈപ്പും അവരുടെ ബോൾഡ്നെസ്സും കൊണ്ടാണ് അവർക്ക് പല പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല ആറ്റിറ്റ്യൂഡുള്ള പെണ്ണാണ് ലക്ഷ്മി. ഇന്നലത്തെ വിഷയത്തിൽ ഒരു ചെറിയൊരു സംശയം ചോദിക്കുന്നതാണ്, നിങ്ങളോട് ചോദിക്കുന്നതാണ്. നമ്മളടുത്ത് ഒരു കൂട്ടുകാരി വന്ന് പറയുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു റൂംമേറ്റ് അല്ല ഹൗസ് മേറ്റ് വന്ന് നമ്മളടുത്ത് പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഒന്ന് ഫേസ് ചെയ്തു, അത് ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ച് ആണോ എന്ന സംശയം ചോദിക്കുകയാണ്. അപ്പൊ ആ സംശയം ചോദിച്ചത് രഹസ്യമാക്കി വെക്കാത്തതിനാണ് പലരും ലക്ഷ്മിയെ എടുത്ത് അങ്ങ് പൊക്കിപ്പിച്ച് പറയുന്നത് കേട്ടത്. ഒന്നില് പുരോഗമനവാദം പറഞ്ഞ വ്യക്തിയാണ്. ഒരു കട്ടിലില് ആണും പെണ്ണും കിടക്കുന്ന ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. ആണും പെണ്ണും കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ചൊക്കെ വരും. ആ ടച്ച് ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ച് ആണോ എന്ന് പെണ്ണ് ഉന്നയിക്കുമ്പോൾ ആണിനുണ്ടാകുന്ന ആ വിഷമം ഇപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഒനിലിന്. വിഷയം നമ്മൾക്ക് ഒനിലും ലക്ഷ്മിയും തമ്മിലുള്ള പ്രശ്നമാണല്ലോ. 75ഓളം ക്യാമറ ഉള്ള ഒരു ഹൗസിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ അതൊരു പ്രോബ്ലം ആണെങ്കിൽ അവൾ ആരോട് ഡിസ്കസ് ചെയ്യണം? അത് ബിഗ് ബോസിനോട് ഡിസ്കസ് ചെയ്യണം. ബിഗ് ബോസിനോട് എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, ഒനിലിനെ കൺഫെഷനിലേക്ക് വിളിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫെഷൻ റൂമിൽ അയാളെ വിളിക്കും. അവിടെ വെച്ച് ഈ ഡിസ്കഷൻ തീർത്ത് അങ്ങ് വിടാമായിരുന്നു. പകരം മസ്താനി പോയി ലക്ഷ്മിയുടെ അടുത്ത് അത് പറഞ്ഞത് കൺഫ്യൂഷൻ കൊണ്ടാണ്. മൈക്ക് മാറ്റി വെച്ച് കൺഫ്യൂഷൻ കൊണ്ടാണ് ലക്ഷ്മിയുടെ അടുത്ത് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ച് ആണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നാണ് ആ കൊച്ചു പറയുന്നത്. പോയിട്ട് അത് പറയുന്നിടം വരെ മസ്താനി ഓക്കെയാണ്. അത് കേട്ട് പൊട്ടിത്തെറിച്ച ലക്ഷ്മി ഓക്കെ അല്ല എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഇതേ 75ഓളം ക്യാമറ ഫോക്കസ് ചെയ്യുന്ന വ്യക്തിയല്ലേ ലക്ഷ്മിയും. ലക്ഷ്മി ഈ വിഷയത്തിൽ ഒന്നും മിണ്ടാതെ നിന്നാൽ നാളെ തമ്നയിൽ വരിക, വലിയൊരു വിഷയം കൊടുത്തിട്ട് പോലും മൈൻഡ് ചെയ്യാതിരുന്ന ഇവളാണോ ഭയങ്കര ബോൾഡ്, ഇവളാണോ സ്ത്രീയുടെ പ്രതിനിധി എന്നായിരിക്കത്തില്ലേ? അപ്പോ അതല്ല. ആ കാര്യം അത്രയും ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് മസ്താനി ലക്ഷ്മിയോട് പറഞ്ഞെങ്കിൽ ലക്ഷ്മി അത് കൃത്യമായി ഹാൻഡിൽ ചെയ്യുന്നുള്ള ഒരു വിശ്വാസം കൂടെ അതിനകത്തില്ലേ? അത് പോട്ടെ, ഇതിൽ മോറൽ പോലീസിങ് എന്ന് പറയുന്നത് എന്താണ്? മോറൽ പോലീസിങ് നമ്മുടെ സമ്മതമില്ലാതെ നമ്മുടെ ശരീരത്തിൽ ഒരു പെണ്ണ് തൊട്ടു എന്ന, ഒരു പെണ്ണിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നൊരു പെണ്ണ് പരാതി പറയുന്നത് ചോദ്യം ചെയ്യുന്നതിനാണോടോ വാഴകളെ നിങ്ങൾ മോറൽ പോലീസിങ് എന്ന് പറയുന്നത്? നിങ്ങൾ അതിനകത്തുള്ള ഒരു വ്യക്തി ഏറ്റവും മോശമായി അവഹേളിക്കപ്പെട്ടു, കാൽവിരൽ കൊണ്ട് ഞാൻ തൊടും എന്ന് പറഞ്ഞത് ഈ സാറ്റർഡേ വാഴ പോലും ചോദിച്ചിട്ടില്ല. മൊണ്ണകൾ ഇരുന്നു കൊണ്ട് മൊണ്ണത്തരം വീണ്ടും പറയുകയാണ്. ആ പെണ്ണിനെ അവഹേളിക്കാവുന്നതിന്റെ മാക്സിമം അവഹേളിച്ചു. ഒനിലിന് ഇപ്പോഴും മനസ്സിലായോ പുരോഗമനവാദത്തിന്റെ ഒരു ബാഡ് സൈഡ് എന്താണെന്ന്? ഇങ്ങനെ ഒരു ബാഡ് സൈഡും കൂടെ പുരോഗമനവാദത്തിനുണ്ട്. ഒനിൽ ഭയങ്കരമായി പ്രഖ്യാപിച്ച ഒരു കാര്യമല്ലേ, കട്ടിൽ രണ്ടുപേര് കിടക്കുന്നതിൽ എന്താ പ്രശ്നം? പ്രോഗ്രസീവ് തോട്ടില്ല. നിന്റെ പെണ്ണുമ്പിളെ കൊണ്ടുവന്ന് കിടത്തടാ, കാണട്ടെ, ആരെയും കൂടെ കിടക്കട്ടെ, കാണട്ടെ. ആര്യനെ നിനക്ക് അത്ര വിശ്വാസമാണെങ്കിൽ, അവൻ തൊടില്ല, ഉമ്മ വയ്ക്കില്ല, കണ്ടെടുത്ത് പിടിക്കില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ കൊണ്ടുവന്ന് കിടത്തടാ. ഇപ്പം മനസ്സിലായോ ഒനിലിന്? ഇതാണ് വേദന. ഈ പെയിൻ തന്നെയല്ലേ അനുമോൾ അനുഭവിച്ചത്. അനുമോൾ കരഞ്ഞപ്പോ തലയിൽ കിണർന്ന് ഞാനും കളിയാക്കിയിട്ടുണ്ട്. ഇതല്ലേ അനുഭവിക്കുന്ന പെയിൻ? ഈ പെയിൻ കാരണമല്ലേ ആ കുട്ടി ഞെട്ടിത്തെറിച്ച് നിന്നത്. വിവാഹം പോലും കഴിക്കാത്ത ഒരു പെൺകുട്ടിക്ക് കേൾക്കേണ്ടി വന്ന മോശം ഇതൊന്നും ആലോചിച്ച് നോക്കൂ. 30 വയസ്സായവൾ വിവാഹം കഴിക്കാതെ നിൽക്കുന്നു. പുറത്ത് എപ്പോഴും അവളുടെ വിവാഹ ചർച്ചയാണ് കൂടുതൽ നടക്കുന്നത്. അത്രയധികം മോശപ്പെടുത്തുന്ന ആ പെൺകുട്ടിയെ കാൽവിരൽ കൊണ്ട് അവനെ കാമാസക്തിയോടെ നോക്കി ഇത്രയും ക്യാമറയ്ക്കിടയിൽ അവൾ ചെയ്തു എന്ന് പറയുമ്പോ അത് പച്ച നുണയാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലേ? സാറ്റർഡേ വാഴയ്ക്ക് അത് ചോദിക്കാൻ തോന്നാത്തത് എന്തുകൊണ്ടായിരുന്നു? അപ്പൊ സാറ്റർഡേ വാഴയ്ക്ക് ഇതൊരു വിഷയമായിരുന്നില്ല. അത്രയേ ഉള്ളൂ. അയാളുടെ വിഷയം അരയും കുറയും നിൽക്കുന്ന ജിസേലിനെ പൊലിപ്പിക്കുക, സ്നേഹിക്കുക, സുഖിപ്പിച്ച് ഉയർത്തുക എന്നുള്ളതാണ്. ലക്ഷ്മി അയാൾ വന്ന് മോശം തന്നെ പറയും, ഒരു മാറ്റവും ഇല്ല. എന്താണ് ലക്ഷ്മി എന്ന് ചോദിക്കും. പ്രോഗ്രസീവ് തോട്ട് കൊണ്ടുവരും. പ്രോഗ്രസീവ് തോട്ട് ഇതല്ല മാൻ, ഇതിനെയല്ല പ്രോഗ്രസീവ് തോട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ മിക്സായി ജീപ്പിപ്പോ അനുമോള് ജിസേലിനെ കോപ്പി അടിക്കാൻ പറഞ്ഞു, അനുമോളിനെ കോപ്പി അടിക്കാൻ പറഞ്ഞപ്പോ ജിസേലിന്റെ മുമ്പിൽ വന്നിട്ട് അഭിലാഷിന് ഞാൻ എടുക്കട്ടെ നിന്നെന്ന് ചോദിച്ചപ്പം ഓക്കെ എന്ന് പറഞ്ഞല്ലോ. അത് അവളുടെ സമ്മതത്തോടു കൂടിയാണ്. അവളെ എടുത്ത് കറക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു അതെന്താ കുഴപ്പമില്ലെന്ന്. അത് അവളുടെ സമ്മതത്തോടു കൂടിയാണ്. അവൾക്ക് അവനിൽ ഒരു കംഫർട്ട് തോന്നിയത് കൊണ്ടാണ് നീ എടുത്തോ എന്ന് പറയുന്നത്. അവളുടെ ഫീൽഡ് തന്നെ അഭിനയമാണ്. അഭിനയിക്കുന്ന സമയത്ത് പല ആൾക്കാരും ആ രീതിയിൽ നമുക്ക് ഇടപഴകേണ്ട ആവശ്യം വരും. അത് വിത്ത് പെർമിഷനാണ്. ക്യാമറകൾ കണ്ണുകൾക്ക് മുമ്പിൽ, സംവിധായകരുടെ മുമ്പിൽ, ലൈറ്റ് ബോയ്സിന്റെ മുമ്പിൽ, അത്രയും സബ് വർക്കേഴ്സിന്റെ മുമ്പിലാണ് അത് ചെയ്യുന്നത്. ഒരു രീതിയിൽ പോലും ഒരു മോശമായ അനുഭവം ഉണ്ടാകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ലക്ഷ്മിയും ചെയ്തത്. പലരും പറഞ്ഞു കേട്ടു ലക്ഷ്മി ഒരു നടിയല്ലേ, മുൻപോട്ട് ആരെങ്കിലും തൊടാതിരിക്കാൻ പറ്റുന്നു. ഇത് അതല്ലല്ലോ മാറ്റർ. ഇത്രയും ക്യാമറകൾക്ക് മുൻപിൽ വന്ന് നിന്നുകൊണ്ട് മസ്താനി ലക്ഷ്മിയോട് പറയുന്നു ഇങ്ങനെ ഒരു വിഷയം. അത് അവളെ എടുക്കാതിരുന്നാലാണ് പ്രശ്നം. മൈക്ക് എടുത്തിടൂ എന്ന് പറയുന്ന ആ ധാർഷ്ട്യം, ആ ബോസി, അത് ബോസി ക്യാരക്ടറിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ലക്ഷ്മി ചെയ്ത് ശരിയല്ലെന്ന് പറയരുത്. ലക്ഷ്മി പറഞ്ഞതാണ് കറക്റ്റ്. അത് കൃത്യമായി മോഹൻലാലിന്റെ അടുത്ത് അവൾ പറഞ്ഞു കൊടുത്താൽ നാറാൻ പോകുന്നത് വാഴയാണ്. സമ്മതം.
നോക്കിക്കോ വാഴ നാറും. കാരണം ഇതിനകത്തുള്ള ഓരോ പെൺകുട്ടികളും ശക്തയാണ് തിരിച്ചു പറയുന്നോളുമാരാണ്. മസ്താനി തിരിച്ചു പറയും, മോഹൻലാൽ അണ്ണാക്കി പിരിവെട്ടി നിൽക്കും. അതേപോലെ തന്നെ ലക്ഷ്മി അത് കൃത്യമായി ബോധ്യപ്പെടുത്തും. തന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് ബോധ്യപ്പെട്ടാൽ ലക്ഷ്മി അത് കൃത്യമായി പറഞ്ഞാൽ നാണം കെടാൻ പോണത് ഇത് ചോദിക്കാൻ പോകുന്ന മോഹൻലാൽ തന്നെയായിരിക്കും. അവിടെ പിടിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, അവന്റെ കൈ അവളുടെ വയറിൽ പെട്ടിട്ടുണ്ടോ, അത് അവളുടെ സമ്മതമില്ലാതെയാണോ, അത് പ്രശ്നമാണ്. നീ വീഴാൻ പോകുമ്പോൾ വീഴണോടാ, വീണ് ചത്താലും എന്തിനാ പെണ്ണിനെ കയറി പിടിക്കുന്നേ? ഒരാളെ തോളി കയറി പിടിച്ചു, കൈ കയറി പിടിച്ചു, സമ്മതിച്ചു, വീഴാൻ പോവുകയാണ്, നമ്മൾ അബദ്ധത്തിൽ കൊണ്ടു പിടിച്ചു, ഇതെന്താ വയറ്റി കയറി പിടിക്കുന്നേ? അപ്പോ ഒരു ചെറിയ ബോധമുള്ളവനെങ്കിലും അത് ചെയ്യുമോ? കാരണം ആ വയറ്റി കയറി പിടിച്ച അവളും കൂടെ വീഴത്തില്ലേ? അപ്പൊ അവള് വന്ന് അവന്റെ പുറത്തൂടെ വീഴണമെന്നുള്ള സുഖം കൊണ്ടല്ലേ അവനത് ചെയ്തത്. എടാ നുണയാ, കള്ള, ചതിയാ. നീ പ്രോഗ്രസീവ് തോട്ട് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പിടികിട്ടിയതാണ്. ഈ പ്രോഗ്രസീവ് തോട്ട് എന്ന് പറയുന്ന പല വാഴകളുടെ ഉള്ളിലുള്ളത് ഇതാണ്. പെണ്ണുങ്ങൾ അങ്ങ് കിടന്ന് കളിക്കണം, കെട്ടിപ്പിടുത്തം. ഓ എന്തുവാ ഇത് കാണുമ്പോ ബാക്കിയുള്ളവർക്ക് ശരിയാണ് പ്രോഗ്രസീവ് തോട്ട്. ഞങ്ങളിത് കാണുന്നുണ്ട് പ്രോഗ്രസീവ് തോട്ട്, ഭയങ്കര പ്രോഗ്രസീവ് തോട്ടാ. മുലമട്ട് വന്ന് നിങ്ങളുടെ മുലകളിലേക്ക് നല്ലപോലെ കുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രോഗ്രസീവ് തോട്ട് ഭയങ്കരമാണ്. കുലസ്ത്രീ എന്ന് പറഞ്ഞാലും പഴമക്കാരി എന്ന് പറഞ്ഞാലും ഒന്നുമില്ല. നമുക്കൊരാളെ ഇഷ്ടം തോന്നി ഒരാളെ കെട്ടിപ്പിടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് നമ്മൾ സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്യും, കൂട്ടുകാരാണെങ്കിൽ ചെയ്യും, പല രീതിയിൽ ചെയ്യും. പക്ഷേ ഇന്റൻഷനലി വീണ്ടും 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 പോയി ചെയ്യുന്ന പല പ്രോഗ്രസീവ് തൊട്ടുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വട്ടം കണ്ടുപിടിച്ച് പിന്നെ അതെന്തുവാ അത്? അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഇവരുടെ പ്രോഗ്രസീവ് തോട്ട് ഏത് റേഞ്ചിലാണെന്ന് മനസ്സിലാകും. ഈ മോഹൻലാൽ എന്നൊരാള് പുരോഗമനവാദത്തിന് പ്രൊമോട്ട് ചെയ്യാനാണ് ബിഗ് ബോസ് നടത്തുന്നതെങ്കിൽ അയാളുടെ പുരോഗമനവാദം വെറും കച്ചറയാണെന്ന് ഞാൻ പറയും. ഈ വിഷയത്തിൽ ലക്ഷ്മി കറക്റ്റാണ്, മസ്താനി കറക്റ്റാണ്, ഒനിലാണ് പ്രശ്നം. ഒനിൽ അത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അയാളത് ഹാൻഡിൽ ചെയ്ത വിധമാണ് തെറ്റ്. ഞാൻ പറഞ്ഞു തരാം. ലക്ഷ്മി മൈക്കിടന്ന് പറയണോ, എന്താ നീ ഇങ്ങനെ ബോസി ടൈപ്പിൽ സംസാരിക്കുന്നേ, മൈൻഡ് യുവർ ലാംഗ്വേജ്, എന്താ പ്രശ്നം? തീർന്നു അവിടെ. ലക്ഷ്മി അവിടെ 0 ഡിഗ്രി പോകും. അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോന്ന്. ലിസൺ, ഞാൻ ആ സമയത്ത് തന്നെ സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി, കൈ അങ്ങനെ പിടിച്ചു, പക്ഷെ അത് ഞാൻ മറ്റൊരു ഇന്റൻഷനിൽ പിടിച്ചില്ല, വീഴാൻ പോയപ്പോൾ ഞാൻ ചെയ്തതാണ്, അത് ഇങ്ങനെയൊന്നും പറയല്ലേ. ഈ ടോൺ ഓക്കെ. നീ കണ്ടിട്ടുണ്ടോടി? നിന്റെ വീട്ടിൽ പോയി പറയടി, നീ ആരാടി? നീ കണ്ടിട്ടുണ്ടോടി? നീ എന്തിനാടി ഇതിനകത്ത് ഇടപെടുന്നത്? നീ കണ്ടോടി? ഇതല്ലവേ. അതൊരു വലിയ പ്രശ്നമാണെന്നും അത് എന്റെ ഡിഗ്നിറ്റിയെ ബാധിക്കുമെന്നും എന്നെ ഡീഗ്രേഡ് ചെയ്യുമെന്നുള്ള സാമാന്യ ബോധം പ്രോഗ്രസീവ് തോട്ടുകാരനായ ഒന്നിലില്ലേ? അവിടെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വിധമുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ആലോചിക്കണം. അപ്പം ഒരു സാധനം വാങ്ങിക്കാനായിട്ട് ഒരു കടയിലേക്ക് ചെല്ലുന്നു എന്ന് വെക്കുക. സപ്പോസ് ആ കട മുതലാളിയാണ് അവിടെ ഇരിക്കുന്നത്. ഈ സാധനം ചെറ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ആ സാധനം വിറ്റുപോയില്ലേ ഇറങ്ങി പടാന്ന് പറയും. അതേസമയം ഇതിനെന്താ വില? അത് ഞാൻ വാങ്ങിക്കാൻ വന്നതാ. അതൊരു രീതിയാണ്. അവിടെ ഞാൻ പൈസ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരെ തലേ കയറാൻ ചെന്നാൽ അവ ആ സാധനം നിനക്ക് തരൂല, പോടാന്ന് പറയും ഇറങ്ങി. അതാണ് ദ വേ ഓഫ് ടോക്ക്. അത് പ്രോഗ്രസീവ് തോട്ടുകാരൻ പഠിച്ചിട്ടില്ല. ആ പഠനമില്ലായ്മയാണ് അവിടെ നിങ്ങൾ കണ്ടത്. ഇതിൽ ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ റീസൺ, ലക്ഷ്മി റൈറ്റ് ഇൻ സോ മെനി മാനർ. അതായത് ഒരു പെൺകുട്ടി വന്ന് തന്റെ പ്രശ്നം പറയുകയാണ്, തന്റെ പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ ആ പ്രശ്നം നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് ജനം കാണുന്നുണ്ട്. ഇതേ അഥവാ ലക്ഷ്മി എടുത്തില്ലെന്ന് വെക്കുക, ഇത് ടാഗ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയി നല്ല ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ ബിക്കോസ് അളിയൻ ഇതെടുത്ത് പുറത്തോട്ടിടും. എന്നിട്ട് പറയും, നോക്കൂ ലക്ഷ്മി അവളത് മൈൻഡ് ചെയ്തില്ല, മസ്താനി എത്ര പ്രശ്നത്തിലാണ് അവിടെ പോയി പറഞ്ഞത്, ആ പെൺകുട്ടിയുടെ പ്രശ്നം അവൾ കൈകാര്യം ചെയ്ത വിധം കണ്ടോ. അടുത്ത നാളത്തെ ടാഗ് ലൈൻ തന്നെയാണ്, ലക്ഷ്മി പുരോഗമനവാദം പറയുന്നത് നുണ, ലക്ഷ്മി കണിലിന് കൂട്ടുനിന്നു, ഠിങ്. ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. ഇതുകൊണ്ട് ആ പെങ്കൊച്ചത് എടുത്തതിൽ ഒരു തെറ്റുമില്ല. ഇത് പബ്ലിക്കിൽ വരരുത് എന്നോ ആഗ്രഹമുണ്ടെങ്കിൽ മസ്താനി അത് എങ്ങനെ ചെയ്യണമായിരുന്നു? നേരെ കൺഫെഷൻ റൂമിൽ പോയി തീർക്കണമായിരുന്നു. അത്ര കോമൺ സെൻസ് ഇല്ല. എന്താണ് കുട്ടികളെ നിങ്ങൾ അതിനകത്ത് കയറുമ്പോൾ നിങ്ങൾ ഈ പൊതുബോധം മറന്നു പോകുന്നത്? നിങ്ങളെ ചുറ്റും ക്യാമറയാണ്. ഫിലിമി വേൾഡിലാണ് നിങ്ങൾ, ബാത്റൂം ഒഴികെ. പറ്റുമെങ്കിൽ അവിടെയും കൊണ്ട് വയ്ക്കും അവര്. അത്രത്തോളം റിസ്കി ഗെയിമാണത്. എല്ലാവരും ചോദിക്കും ബിഗ് ബോസ് പോകുന്നുണ്ടോ? ബിഗ് ബോസ് പോകുന്നത് ഒരു ഈസി ടാസ്ക് അല്ല. ഇറ്റ് ഈസ് നോട്ട് ഓക്കെ, ഗുഡ് അല്ല എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ലക്ഷ്മി എന്ന് പറയുന്ന പെൺകുട്ടി ചെയ്തത് തെറ്റോ ശരിയോ എന്നുള്ളതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ആ മാറ്റർ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ മാറ്ററിൽ ലക്ഷ്മി വാസ് റൈറ്റ്, മസ്താനി വാസ് റൈറ്റ്, ഒനിൽ വാസ് റോങ്. അത് ഒനിൽ അവരെ കയറി പിടിച്ചു എന്നുള്ളതല്ല. പിന്നെ സ്ത്രീ കാർഡ് ഇറക്കുന്നു എന്ന് പറഞ്ഞു. വിമൺ കാർഡ് ഉണ്ടോ? നിന്റെ അമ്മയ്ക്കുമുണ്ട് വിമൺ കാർഡ്, നിന്റെ മകൾക്കും നിന്റെ ഭാര്യയ്ക്കും നിന്റെ സഹോദരിക്കും ആ വിമൺ കാർഡ് ഉണ്ട്. ആൺമേൽക്കോയ്മയുള്ള ഒരു സമൂഹത്തിൽ വിമൺ കാർഡ് വേണം. അത് അനിവാര്യമാണ്. വിമൺ കാർഡ് വേണം.
ഈക്വൽ റെസ്പോൺസിബിലിറ്റി ആണ് ഒരു ഫാമിലിക്ക് എന്ന് നീ എത്ര എടുത്ത് പറയുന്നു? നിങ്ങൾ എത്ര എടുത്ത് അത് പറയുന്നുണ്ട്? ഇല്ലല്ലോ. സ്ത്രീക്ക് അധികാരമുണ്ടോ? സ്ത്രീ അടിമയാണെന്ന്. ഭാര്യ ഭരിക്കപ്പെടേണ്ടവൾ ഭാര്യ. ഈ കൺസേൺ എന്ന് ഈ സൊസൈറ്റിയിൽ നിന്ന് മാറുന്നോ അന്നിടം വരെ ഇവിടെ ഈ ഒരു സംവരണം വേണം. വിമൺ കാർഡ് ഉണ്ടാകും. സ്ത്രീക്കല്ലേ പ്രശ്നം? നീ ആ ശ്ലോകം മാറ്റി പറ. ബനാന ടോക്ക് ഏത് പഴഞ്ചൊല്ല് ആണ്. അല്ല, ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലയ്ക്കാണ് കുഴപ്പമെന്നുള്ള ആ ടോക്കങ്ങ് മാറ്റുക. മുള്ളു വന്ന് വീണാൽ മാത്രം പൊളിഞ്ഞു പോകാൻ ഇതല്ലാത്ത ശക്തയായ ഇലകളുണ്ടാകും. ആ ഇല തിരിച്ചു നടിക്കും. അത് മനസ്സിലാക്കിക്കൊള്ളുക. അല്ലെങ്കിൽ അങ്ങനെ വീഴാതിരിക്കാനുള്ള സേഫ് സോണിലേക്ക് അവർ പറന്നു പോകും. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് ഡെഫിനിഷൻ എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ വിഷയത്തിൽ വിമൺ കാർഡ് ഇറക്കി എന്ന് പറഞ്ഞാൽ വിമൺ കാർഡ് ഉണ്ട്. വിമൺ കാർഡ് ഈസ് ദേർ. നീ ഒരു പെണ്ണിനെ തൊടുമ്പോൾ അത് തീയാണെന്ന് ഓർക്കുക. തൊട്ടാൽ പൊള്ളണം, പൊള്ളിക്കും എന്ന് മനസ്സിലായാൽ മാത്രമേ സ്ത്രീകൾക്ക് സമൂഹത്തിൽ സുരക്ഷിതത്വം ഉണ്ടാവൂ. തനിക്ക് ഏർപ്പെട്ട ഒരു അപമാനത്തിനെ പറ്റി ചോദ്യം ചെയ്യാൻ പോലും അവകാശമില്ല എന്ന് മസ്താനിക്ക് നിങ്ങൾ ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു വിഷയത്തിൽ കൂടെ. അതെങ്ങനെ പോസിബിൾ ആകും? മസ്താനി പറഞ്ഞത് ശരിയല്ലേ? എനിക്കത് അൺകംഫർട്ടാണ്. എന്റെ വയറ്റിൽ പെട്ടെന്ന് ഒരുത്തം വന്ന് കയറി പിടിച്ച് അവനെ അടിച്ചാൻ പൊട്ടിക്കും. പറ്റും സൂനാ ചവിട്ടി ഞാൻ പൊട്ടിക്കും. അതെന്തിനാ എന്റെ വയറ്റിൽ കയറി പിടിക്കും? നീ വീട് ചാവൂല്ലേ? നീ എന്റെ വയറ്റിൽ പിടിക്കണേ എന്തിനീ? നിന്റെ അടുത്ത് ആര് പറഞ്ഞു? എന്റെ വയറ്, എന്റെ ശരീരം, എന്റെ സ്വാതന്ത്ര്യമാണത്. നീ അതിൽ തൊടാൻ എന്തോന്ന്? ഇനി ഇവള് തിരിച്ചു വീഴുന്നു. അപ്പോഴും തെറ്റ് തന്നെയാണ്. നീ എന്തിനാ അവളെ പിടിക്കുന്നത്? അവൻ പിടിക്കുമ്പോൾ അവന് കംപ്ലൈന്റ് ഉണ്ട്, എന്റെ പുറത്തോട്ട് വീണ തെറ്റാണെന്ന് പറഞ്ഞ് അത് പ്രശ്നം തന്നെയാണ്. നിങ്ങൾക്ക് കാർഡ് ഇറക്കാൻ ഇഷ്ടമില്ലാത്തത് എന്താ? നിങ്ങൾക്ക് കാർഡ് ഇറക്കാൻ ഇഷ്ടമില്ലാത്തത് നിങ്ങൾ പുരുഷന്മാർ മുഴുക്കും ആ കൺസേണിൽ ജീവിക്കുന്നവന്മാരായതുകൊണ്ടാണ്. പെണ്ണ് വന്ന് വീണാൽ കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുഴപ്പമുണ്ട്. നിങ്ങൾക്കത് പ്രശ്നമില്ലായിരിക്കാം. കാരണം നിങ്ങൾക്കത് സന്തോഷമാണ്. ഒരു പെണ്ണ് വന്ന് വീണാ കിട്ടിയേ എന്നാണ് നിങ്ങൾക്കത്. അതായത് ഇപ്പം പൊതുവിലൊരു അഭിപ്രായം ഞാൻ പറയാം. വിവാഹം കഴിഞ്ഞവന്മാർ പോലും പെണ്ണുങ്ങളെ വായി നോക്കിയിട്ട് അതൊരു ക്രെഡിറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അതേസമയം ഒരു പെണ്ണ് വിവാഹത്തിന് ശേഷം ഒരുത്തന്നെ വായി നോക്കിയെന്ന് വെച്ചോ, അവള് പഴച്ച സാധനം എന്ന് പറയണം. നിങ്ങളിത് റിവേഴ്സിൽ പറയുന്ന ദിവസം ഈ ഒരു കാർഡ് അവർ ഇറക്കത്തില്ല. ആ കാർഡ് അവർ ഇറക്കുന്നതിന്റെ റീസൺ അതാണ്. നിങ്ങൾ തന്നെയാണ് ഈ ചിന്താധാര അവരെ ഉള്ളിലേക്ക് കൊണ്ടുവച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സൊസൈറ്റി എന്താണോ അത് കൺസേൺ ചെയ്തിട്ടായിരിക്കും പെണ്ണുങ്ങൾ അവിടെ ഉണ്ടാവുക. അവർക്കൊരു ഫാമിലി ഉണ്ട്, അവർക്ക് ജീവിക്കണം. അവളൊരു അവതാരിക മാത്രമാണ്. നിങ്ങൾക്കിടയിൽ വന്നു പെട്ടു എന്നുകൊണ്ട് നീ വയറ്റി പിടിക്കാനും മുലയെ പിടിക്കാനും ഒക്കെ നിനക്ക് പെർമിഷൻ ഇല്ല. അത് മനസ്സിലാക്കുക. അവൻ വീഴുന്ന സമയത്ത് വയറ്റിന് പകരം അവളെ മുലയെ കയറി പിടിച്ചിരുന്നെങ്കിലോ എത്രമാത്രം ഹേർട്ട് ചെയ്യും. അവൾക്കത് എത്രത്തോളം വേദനയാണ്. ആ സമയത്ത് പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. അവിടെ സൗകര്യമില്ലാതെ ആ സമയത്ത് പ്രതികരിക്കാൻ. അവൾ മൊത്തത്തിൽ കുഴപ്പിപ്പോയി. അവൻ എന്തിനാ സോറി പറഞ്ഞേ? എന്താ നടന്നേ? എന്റെ വയറ്റിൽ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ടല്ലോ, എന്താ അത് പർപ്പസ്ലി ആണോ? ഈ കൺഫ്യൂഷൻ അവൾക്കുണ്ട്. ആ കൺഫ്യൂഷനാണ് അവളെ കാണിച്ചത്. അപ്പൊ ആ കൺഫ്യൂഷനും പാടില്ലെന്ന് പറയുന്ന വാഴകൾ, ഞൊണ്ണകൾ, ഇത്തരത്തിലുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഉപയോഗിക്കാനിരിക്കുന്നവന്മാരാണ്. അല്ലാതൊന്നുമല്ല. പ്രോഗ്രസീവ് തോട്ടൊക്കെ നല്ലതാണ്. പ്രോഗ്രസീവ് തോട്ട് എന്താണെന്ന് അറിയാത്തവന്മാര് അത്തരം വർത്തമാനങ്ങൾ പറയുമ്പോൾ ചിരിക്കാൻ തോന്നും. അനുമോളെ പറ്റി ആര്യൻ ബോധപൂർവം പറഞ്ഞ ഒരു വൾഗർ സാധനത്തിനെ വെളുപ്പിക്കാൻ വേണ്ടി ഒനിൽ ജിസേലിന്റെ ഒപ്പം പോയിരുന്ന് കാണിച്ച പോക്കർത്തരത്തിന് കർമ്മ കൊടുത്ത മറുപടിയാണ് ഇത്. ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഞാൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നൊരു കൺഫ്യൂഷൻ വരാം. അഫ്കോഴ്സ് ഞാൻ ഇന്നലെ മുതൽ രേവതിയെ വാച്ച് ചെയ്യാൻ തുടങ്ങിയതിന്റെ ഒരു റിഫ്ലക്ഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കം ഓൺ.